കേരള ജോഗ്രഫിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വനങ്ങളെ പറ്റിയും വന്യജീവി സങ്കേതങ്ങളെ പറ്റിയുമാണ്. കേരളത്തിലെ മൊത്തം വിസ്തൃതിയുടെ 29.101%. 29.101% എത്രയാണ്? വനമാണ്. കേരളത്തിൻ്റെ ഈ പെർസെൻറ്റേജ് ഓർത്തിരിക്കുക. 29.101 അല്ലെങ്കിൽ 29.1 സംതിങ് എത്രയാണ്? വനമാണ്. കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 29.101% എന്താണ്? വനമാണ്. ഏറ്റവും കൂടുതൽ വനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ നമ്മൾ പഠിച്ചതാണ്. നാഷണൽ പാർക്കിൽ സൈലന്റ് വാലി മാത്രമേ പാലക്കാട് വരുന്നുള്ളൂ. ബാക്കി എല്ലാ നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് വരുന്നത്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വനമുണ്ട്, ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതമുണ്ട്, ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുണ്ട്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അടുത്തത് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല. എല്ലാ കുട്ടികൾക്കും മാറിപ്പോകുന്നൊരു സാധനമാണിത്. എന്താ പ്രശ്നം? ഏറ്റവും കൂടുതൽ വനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇടുക്കിയാണ്. പക്ഷേ നമ്മുടെ പേഴ്സൻറ്റേജ് വൈസിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതായിപ്പോയി? വയനാട്. ശതമാനം എന്ന് ചോദിച്ചാൽ വയനാടാണ്. വെറുതെ വനം എത്ര, ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ഏതാണ്? വയനാട് ജില്ലയാണ്. മാറിപ്പോകരുത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏതാ? ആലപ്പുഴ. ഏറ്റവും കുറവ് വനമുള്ള ജില്ലയാണ് ഏത്? ആലപ്പുഴ. ആലപ്പുഴയിലെ ഏക റിസർവ് വനമാണ് ഏത്? ഹരിപ്പാടുള്ള വിയ്യാപുരം. വിയ്യാപുരം. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല. നമുക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കണ്ടൽക്കാട് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനം തന്നെയാണ്. കേരളത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടൽക്കാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തി, കണ്ടൽക്കാട് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തി ആരാണ്? കല്ലേൽ പൊക്കുടനാണ്. ആരാണ്? കല്ലേൽ പൊക്കുടൻ. ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. കല്ലേൽ പൊക്കുടൻ. കുറച്ച് വർഷമായി ഇദ്ദേഹം മരണപ്പെട്ടായിരുന്നു. അപ്പോൾ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ, കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? കല്ലേൽ പൊക്കുടൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാ? കണ്ണൂര്. അടുത്തത് കേരളത്തിലെ ആദ്യ റിസർവ് വനം. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാ? കോന്നി. ഏതാണ്? കോന്നി. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? കോന്നിയാണ്. മൊത്തം 36 വനം ഡിവിഷനുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ എത്ര വനം ഡിവിഷനുകളുണ്ട്? 36 വനം ഡിവിഷൻ. കേരളത്തിൽ മൊത്തം എത്ര ഫോറസ്റ്റ് ഡിവിഷനുകളാ? 36 ഫോറസ്റ്റ് ഡിവിഷനുകളുണ്ട്. ഏറ്റവും വിസ്തീർണം കൂടിയ വനം ഡിവിഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ വന ഡിവിഷൻ, ഫോറസ്റ്റ് ഡിവിഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏരിയയ്ക്ക് അടിസ്ഥാനത്തിലേക്ക് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? റാന്നി. ഏതാണ്? റാന്നി. റാന്നിയും ഉണ്ട്, കോന്നിയും ഉണ്ട്. മാറിപ്പോലെ. കേരളത്തിലെ ആദ്യ റിസർവ് വനമാണ് ഏത്? കോന്നി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? റാന്നിയാണ്. ഏതാണ്? റാന്നി. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ വന ഡിവിഷൻ, ഏറ്റവും വിസ്തീർണം കുറഞ്ഞ വന ഡിവിഷൻ ഏതാ? അഗസ്ത്യവനം. അഗസ്ത്യമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാ? 18 വന്യജീവി സങ്കേതങ്ങളാണ്. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഒരു വന്യജീവി സങ്കേതങ്ങളോടെ വന്നിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി കേരളത്തിലെ ടോട്ടൽ വന്യജീവി സങ്കേതം, ടോട്ടൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ? 18 വന്യജീവി സങ്കേതങ്ങളാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാ? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. ഇത് 1934 ഏത് വർഷമാ? വർഷം മാറിപ്പോരുത്. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ് നിലവിൽ വന്നത്.
1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ് നിലവിൽ വന്നത്. ആദ്യ ഗെയിം വാർഡൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. SCH റോബിൻസൺ. ആദ്യ ഗെയിം വാർഡൻ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയിൽ അവിടുത്തെ ആദ്യത്തെ ഗെയിം വാർഡൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? SCH റോബിൻസൺ. അപ്പോൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണേത്? പെരിയാർ. അപ്പോൾ പെരിയാർ ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ്. ഇപ്പോൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? പെരിയാർ എന്നറിയപ്പെടുന്നുണ്ട്, തേക്കടി എന്നറിയപ്പെടുന്നുണ്ട്. ഈ മൂന്നും എന്ത് തന്നെയാണ്? ഒറ്റ സാധനം തന്നെയാണ്, പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. പിന്നീട് 1950 ഇതിനെ വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ നിലവിൽ വന്നു. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ നിലവിൽ വന്ന വർഷം, അല്ലെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1950. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ നിലവിൽ വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 1934 നിലവിൽ വന്നത്. ഇനി ഈ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വരുമ്പോൾ ആരായിരുന്നു അന്നത്തെ രാജാവ്? ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇത് ഉദ്ഘാടനം ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ഇത് നിലവിൽ വന്നപ്പോഴുള്ള രാജാവ് എന്ന് പറയുന്നത്. 1950 വൈൽഡ് ലൈഫ് സാങ്ച്വറി നിലവിൽ വന്നു. അതുപോലെ തന്നെ പെരിയാർ നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക് നിലവിൽ വന്ന വർഷം എത്രയാ? 1982. പെരിയാർ നാഷണൽ പാർക്ക് നിലവിൽ വന്നത് 1982. വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1950. 1950 നാഷണൽ പാർക്ക് നിലവിൽ വന്നത് 1982. അതുപോലെ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ നിലവിൽ വന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഫോം എന്ന് തന്നെ പറയാം, ഏതാണ്? ഏത് വർഷമാണ്? 1934. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണേത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണേത്? പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഏരിയ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ. എത്ര ഏരിയ? 427. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 427 ചതുരശ്ര കിലോമീറ്റർ ആണ്. അറിയപ്പെടുന്ന പേരെന്താണ്? തേക്കടി, പെരിയാർ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നു. ഏതൊക്കെ പേരില? തേക്കടി, പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. ഇനി 1978 ഇവിടെ എന്ത് നിലവിൽ വന്നു? ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവ് നിലവിൽ വന്നു. 1950 വന്യജീവി സങ്കേതം നിലവിൽ വന്നു. 1982 നാഷണൽ പാർക്ക് നിലവിൽ വന്നു. എവിടെ? പെരിയാറിൽ. അതുപോലെ 1978 എന്ത് നിലവിൽ വന്നു? പെരിയാർ ടൈഗർ റിസർവ് നിലവിൽ വന്നു. പെരിയാർ ടൈഗർ റിസർവ് നിലവിൽ വന്നു. ഏറ്റവും മികച്ച കടുവാ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളമാണ്. ഏറ്റവും മികച്ച കടുവാ സങ്കേതം എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു കടുവാ സങ്കേതമാണ് ഇത്, പെരിയാർ ടൈഗർ റിസർവ്. ഈ ടൈഗർ റിസർവിന്റെ ഏരിയ പല ബുക്കുകളിലും പല ഏരിയ ആണ്. ഇത് ഗവൺമെന്റ് ഒഫീഷ്യലായിട്ടുള്ള അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഏരിയ ആണ്. 925. എത്രയാണ്? 925 ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 925 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവ് ആണ്. കേരളത്തിലെ 1ാമത്തെ ടൈഗർ റിസർവ് ആണ്. കേരളത്തിലെ ആദ്യ ടൈഗർ റിസർവ് ആണ് ഏത്? പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനം. ഏതാണ്? മംഗളവനം. നമ്മൾ പറഞ്ഞു ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടാണെന്ന് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ലോകത്തിന്റെ ശ്വാസകോശം ആമസോൺ മഴക്കാടാണ്. അതുപോലെ കേരളത്തിന്റെ ശ്വാസകോശവും നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി ആയിരുന്നു. ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാട്. അതുപോലെ കൊച്ചിയുടെ ശ്വാസകോശം എന്ന് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം ഏതാണ്? മംഗളവനമാണ്. ഹൈക്കോടതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യ
വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും കൂടിയാണ്. അപ്പോൾ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഇവയൊക്കെ ഏതാണ്? മംഗളവനം കേരള ഹൈക്കോടതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് ഇത്, പെരിയാർ വന്യജീവി സങ്കേതം. നമ്മൾ പഠിച്ചു ഒരു 25ാം വാർഷികം പ്രമാണിച്ച് 2009 സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട നാഷണൽ പാർക്ക് ഏതാ? സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. അതുപോലെ തന്നെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് വെച്ചാൽ ഉത്തരം ഏത് പറയണം? വയനാട് വന്യജീവി സങ്കേതം. ഏത് ഉത്തരവാണ്? വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാ? നെയ്യാർ. നദിയുമുണ്ട്. ഏതാ? നെയ്യാർ എന്ന് പറഞ്ഞ നദി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ. കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാ? പെരിയാർ. കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ. അത് നമ്മൾ പഠിച്ചു. അതുപോലെ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാ? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാ? ആറളം. ഏതാണ്? ആറളം. അപ്പോൾ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നമ്മൾ പറഞ്ഞു നെയ്യാറാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാ? ആറളം. അടുത്തത് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാ? നെയ്യാർ ഡാമിൽ അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മരക്കുന്നം ഐലൻഡ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നെയ്യാർ നെയ്യാറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മരക്കുന്നം ഐലൻഡാണ്. അപ്പൊ മരക്കുന്നം ദ്വീപ് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാ? നെയ്യാർ. മയിലുകളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം. മയിലുകൾക്കും വേണ്ടി മാത്രം മയിലുകളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? ചൂലന്നൂർ. ഏതാണ്? ചൂലന്നൂർ. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണേത്? ശെന്തുരുണി. ഏതാണ്? ശെന്തുരുണി. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? ശെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഏത് ജില്ലയിലാ? കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശെന്തുരുണി കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ്. ശെന്തുരുണി ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമായ ശെന്തുരുണി ഏതാ? കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ്. ഇത് ശെന്തുരുണി കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ്. ഒരു സസ്യത്തിൻ്റെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് ഏത്? കുറിഞ്ഞിമല. ഒരു സസ്യത്തിൻ്റെ സംരക്ഷണത്തിനായി ഏത് സസ്യ? കുറിഞ്ഞി. നീലക്കുറിഞ്ഞി, കരികുറിഞ്ഞി പോലത്തെ കുറിഞ്ഞി. അപ്പോൾ ഏതാണ്? കുറിഞ്ഞിമല. ഒരു സസ്യത്തിൻ്റെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന സങ്കേതമാണ് ഇത് കുറിഞ്ഞിമല. നീലക്കുറിഞ്ഞികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത് നിലവിൽ വന്നത്. ഏത്? കുറിഞ്ഞിമല നിലവിൽ വന്നത്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണേത്? പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാ? തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാ? തട്ടേക്കാടാണ്. ഏത് വർഷം നിലവിൽ വന്നേ? 1983 നിലവിൽ വന്നു. ഏത് വർഷം നിലവിൽ വന്നേ? 1983. 83 മറന്നുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് 1983 കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതവുമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവുമാണ്. ഡോക്ടർ സലീം അലി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതവും കൂടിയാണ് ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതം. പെരിയാർ
പെരിയാർ നദിയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മലയാറ്റൂർ റിസർവ് വനത്തിലാണ് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലുള്ള ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്ന ഹൈക്കോടതിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളവനം. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്ന മംഗള വനത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. ഏത് പേരില? കൊച്ചിയുടെ ശ്വാസകോശം. ഈ മംഗളവനം എന്തിനാണ് പ്രശസ്തമായത്? മംഗളവനം അപൂർവ ഇനം ചിലന്തികൾ മംഗളവനത്തിലെ പ്രത്യേകതയാണ്. ഏത്? അപൂർവ ഇനം ചിലന്തികളുണ്ട് എവിടെ? മംഗളവനത്തില്. അതുപോലെ തന്നെ കടവാവലുകൾ, ധാരാളം കടവാവലുകളുള്ള ഒരു വന്യജീവി സങ്കേതവും പക്ഷി സങ്കേതവും കൂടിയാണ് ഏത്? മംഗളവനം. അപ്പോൾ അപൂർവ ഇനം ചിലന്തികൾക്കും കടവാവലുകൾക്കും പ്രസിദ്ധിയാർജിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത്? മംഗളവനം. മയിലുകളുടെ സംരക്ഷണത്തിന് നിലകൊള്ളുന്ന പക്ഷി സങ്കേതം ഏതാണ്? ചൂലന്നൂര്. മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പക്ഷി സങ്കേതം ചൂലന്നൂര്. പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠൻ, അല്ലെങ്കിൽ വേറെ പേരെന്താ? എല്ലാം മോഹൻലാലിന്റെ പേരടിച്ചാൽ മതി. ഏതാണ്? ഇന്ദുചൂടൻ. ഏതാണ്? ഇന്ദുചൂടൻ. അപ്പോൾ പക്ഷി നിരീക്ഷകനായിരുന്ന കേരളത്തിന്റെ പക്ഷി നിരീക്ഷകൻ, കേരളത്തിന്റെ പക്ഷി മനുഷ്യൻ, പക്ഷി നിരീക്ഷകൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? KK നീലകണ്ഠൻ. ആരാണ്? KK നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടൻ. KK നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടൻ, രണ്ടും ഒരാളാണ്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠന്റെ നാമധേയത്തിലാണ് ഈ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്. ചൂലന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്ന ആരുടെ പേരില? KK നീലകണ്ഠന്റെ അല്ലെങ്കിൽ ഇന്ദുചൂടന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ ചിത്രശലഭങ്ങളുടെ പാർക്ക്, ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാ? കൊല്ലം ജില്ലയിലെ തെന്മല. നമുക്കെല്ലാവർക്കും അറിയാം ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നിലവിൽ വന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് നിലവിൽ വന്നത്. കേരള വന്യജീവി സംരക്ഷണം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1972. ഏത് വർഷമാണ് കേരള വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1972. വനങ്ങൾ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് നമുക്കറിയാവുന്നതാണ്, പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഏത്? കടലുണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഇത് കടലുണ്ടി. കടലുണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, കടലുണ്ടി പക്ഷി സങ്കേതം ഉണ്ടല്ലോ അവിടെ. അതിൻ്റെ പ്രത്യേകത എന്താ? ദേശാടന കിളികളുടെ പർദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടിയാണ്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഏത്? കടലുണ്ടി. കേരളത്തിൽ ചന്ദനമരങ്ങൾ, ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ, ചന്ദന ഫോറസ്റ്റ് കാണപ്പെടുന്നത്, ചന്ദന വനം കാണപ്പെടുന്നത് എവിടെയാ? മറയൂർ, ഇടുക്കി. ചന്ദനത്തിനും അതുപോലെ തന്നെ ശർക്കരയ്ക്കും പ്രസിദ്ധമായ സ്ഥലമാണേത്? മറയൂർ ചന്ദനം, മറയൂർ ശർക്കര, ഇതൊക്കെ എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക്, സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാ? നിലമ്പൂരിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് എവിടെയാന്ന് വെച്ചാൽ ഏതാന്ന് വെച്ചാൽ കന്നിമരമാണ്. മാറിപ്പോവല്ലേ? അതായത് ഏറ്റവും പ്രായം കൂടിയത്, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കാന്ന് വെച്ചാൽ നിലമ്പൂരിലുള്ള തേക്കാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയത്. പക്ഷേ ഏറ്റവും വലുത്, ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കാന്ന് ചോദിച്ചാൽ കന്നിമരമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് സ്ഥലത്താണ്. ഏറ്റവും പ്രായം കൂടിയത് നിലമ്പൂരിലും ഏറ്റവും വലിയ തേക്ക്, ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനുള്ളിലുമാണ്. അങ്ങോട്ട് ഉത്തരങ്ങൾ മാറിപ്പോകാതെ നോക്കുക. വനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ എന്ന ഈ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇനിയും പഠിക്കാം.